കണ്ണെരിയാതെ കണ്ണെഴുതിയാലോ. അതിനായിട്ട് നീ നന്നായിട്ട് പഴുത്തൊരു നാരങ്ങ എടുക്കുക, രണ്ടായിട്ട് മുറിക്കുക, ഒരു പീസ് കോട്ടൺ വെള്ളയായാലും അത്രയും നല്ലത്. വെള്ളം തന്നെ എടുക്കാൻ നോക്കണേ. ഇത് ആ നാരങ്ങയുടെ പകുതി ഞാൻ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞു. അതിൻ്റെ നീര് മാത്രം, അതിൽ വെള്ളമൊന്നും ചേർക്കരുത്. പിന്നീട് വേണ്ടുന്ന ഒരു കോട്ടൺ തുണിയാണ്, അതിൽ നന്നായിട്ട് മുക്കി ഞാൻ എവിടെ വെച്ചാണോ ഉണക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ തന്നെ നിന്നെടുക്കാമെന്ന് കരുതി. കിണറ്റിൻകരയാണ്. ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഗുണമുണ്ട്, വെള്ളം ഇറ്റ് പോവില്ല. നമ്മൾ സാധാരണ അയലൊക്കെ ഇട്ട് ഉണക്കുമ്പം വെള്ളം പോവില്ലേ, അതേപോലെ നാരങ്ങ നീര് പോവില്ലല്ലോ. ഇതാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ മറ്റേ പീസും കൂടെ എടുത്ത് മുക്കി വെച്ചു. ഇത് ഉണങ്ങി വരുമ്പോൾ നല്ല മണം കേട്ടോ. ആ നാരങ്ങ നീര് ഫുള്ള് നമ്മുടെ കോട്ടൺ തുണിയിൽ പിടിക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണി തുടങ്ങുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉണങ്ങാൻ വെച്ചു. അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് അടുത്തതായിട്ട് പൊട്ടിയ പ്ലേറ്റോ ചട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും വേണം. ഇവിടെ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ കലം അതൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പൊട്ടിയ കലമാണ്. അതിൻ്റെ എനിക്ക് ഒരു പീസ് മതി. ഞാനതങ്ങനെ ഇടിച്ചു പൊട്ടിച്ചു. അതിൽ നിന്ന് എനിക്ക് ഒരു പീസ് മതി. പൊട്ടി പോകുമ്പോൾ ഇത്തിരി വലുതായിട്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പകുതി എടുത്തു, ഒരു പീസ് മതി. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നേ, കുറേ നാൾ കൊണ്ട് എടുക്കാതിരുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകണം. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, നല്ലതായിട്ട് കഴുകിയ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ്. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കത്തിക്കാൻ എടുത്തേക്കുന്നത് നിലവിളക്കൊന്നുമല്ല, അതേ ഇതുപോലത്തെ നമ്മുടെ കാർത്തിക ദീപത്തിനൊക്കെ ആയിട്ട് കത്തിക്കുന്ന ടൈപ്പിലത്തെ ഇതേപോലത്തെ ഒരു വിളക്ക് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് എടുത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ തുണി ഇങ്ങനെ തിരിയായിട്ട് നല്ല കട്ടി കയറണം. അവിടെ നല്ല നന്നായിട്ട് കത്തണം, എങ്കിൽ മാത്രമേ അത് കത്തി വരുമ്പോൾ ആ പുകയുണ്ടല്ലോ, അതാണ് നമ്മുടെ കരി. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പിരിച്ച് നല്ലതായിട്ട് ഉണങ്ങണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് കത്തുള്ളൂ. എന്നിട്ട് വേണ്ട അതിനകത്തോട്ടിട്ടു. ഇങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കാൻ വെക്കില്ലേ, അതേപോലെ തന്നെ വെച്ചു. എന്നിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയും നാരങ്ങ നീരും കോട്ടൺ തുണിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണ. ഇങ്ങനെ ഒഴിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് കത്തിക്കുക എന്നുള്ളത്. വലിയ കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇങ്ങനെ ഞാൻ കത്തിച്ചു. ഇങ്ങനെ കൺമഷി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചതേ എന്നാൽ അമ്മമ്മയുടെ വീട്ടിൽ നിന്നാണ്. പണ്ടൊക്കെ അമ്മമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഇതൊന്നും എടുക്കാൻ മറന്നു പോകും, കൊണ്ടുപോയില്ല. ആകെ എന്തെങ്കിലും കൈ കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പം കണ്ണെഴുതാത്ത എന്താ, പൊട്ടിടാത്ത എന്താ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളിതൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ആൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ പഠിച്ചതാട്ടോ. ആൾ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് പഴയ പൊട്ടിയ പ്ലേറ്റൊക്കെ വെച്ച് അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കത്തിച്ച് വെച്ചതിൻ്റെ മുകളിലേക്ക് ചട്ടി ഇങ്ങനെ കമത്തി വെച്ച് അവിടെ ഇരുന്ന് കത്തട്ടെ. കത്തി ഫുള്ള് തീരുന്നിട്ട് ഇതുപോലെ ഇരിക്കും. എടുക്കുമ്പം നമ്മളെ അതിലിങ്ങനെ കരി പറ്റി പിടിച്ചിരിപ്പുണ്ടേ. ഒരു ഭംഗിക്ക് ഞാനൊരു വാഴയിലയും ഒരു പ്ലാവിലയും ഈർക്കിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുരണ്ടി എടുക്കാമെന്ന് കരുതി. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഇങ്ങനെ ചുരണ്ടി എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മിക്കരി കിട്ടില്ലേ, അതേപോലെ തന്നെ നമ്മുടെ കരി ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ചുരണ്ടി ഇടുക. പൊടിയൊന്നും വീഴാതെ നോക്കണേ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കണ്ണെരിയുന്നത്. ഇതൊന്നുമില്ല, നല്ല നീറ്റായിട്ടുള്ള ഒരു വാഴയിലയിലേക്ക് ഞാൻ ഇട്ടു. അതാകുമ്പോൾ കുഴച്ചെടുത്തിട്ട് വാഴയില നമുക്കങ്ങ് കളയാമല്ലോ. ഇതിങ്ങനെ തട്ടിയിട്ടിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അതിനകത്ത് തട്ടിയിടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കരി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. അത് ഫുള്ളായിട്ട് ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മതി. കുഴഞ്ഞ് വരുന്നതിനനുസരിച്ച് മാത്രം ഒഴിക്കുക. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ഒരു പരാതി, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൺമഷി എഴുതുമ്പം പടരുന്നു എന്നുള്ളത്. അത് ഈ എണ്ണ കൂടിപ്പോകുന്നുണ്ട്. കുറച്ച് എണ്ണ യൂസ് ചെയ്തുള്ള കട്ടിയായിട്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഏതാണ്ട് ഇതുപോലെ നല്ല മണം കേട്ടോ. അതാണ് ഈ കൺമഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വാങ്ങുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഗ്രീസിൻ്റെ മണമൊക്കെ വരും. ഇതായി കയ്യിൽ തൊട്ട് കാണിച്ചു തരാവേ. അപ്പുറത്തിരിക്കുന്ന ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ഇരിക്കും, നല്ലതാണ്. കണ്ണ് എരിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം. ഇതുകൊണ്ട് എൻ്റെ കണ്ണിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. കണ്ണിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, കണ്ണെരിയുന്നില്ല ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണ് നിറയില്ലേ നോക്കിക്കേ. എഴുതി, ഒരു കണ്ണിൽ എഴുതി, മറ്റേ കണ്ണിൽ നേരത്തെ എഴുതി, കയ്യിലിരുന്ന് കരി പറ്റിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി. ഈസി ആയിട്ട് നമുക്കിങ്ങനെ കൺമഷി ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണെരിയത്തില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.